നമസ്കാരം. പവർ പോയിന്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ വോട്ടുകൾ വ്യാപകമായി ഇല്ലാതാക്കുന്ന നടപടിക്രമങ്ങൾ നടക്കുന്നതായി അദ്ദേഹം തെളിവ് സഹിതം പുറത്തുവിടുകയും ചെയ്തു. ഇതിനെല്ലാം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണവും അദ്ദേഹം തെളിവുകൾ സഹിതം ഉന്നയിച്ചു. എന്തായാലും ഇവിടെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, വോട്ട് കവർച്ച ഫാക്ടറിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നോ എന്നുള്ളതാണ്. പവർ പോയിന്റിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ നീതു രഘുവരൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ AS അഖിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ B റജി എന്നിവർ പവർ പോയിന്റിനൊപ്പം ചേരുന്നു. പ്രൊഫസർ നീതു രഘുവരൻ, ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചോർച്ചയെപ്പറ്റിയും അവിടെ നടക്കുന്ന ക്രമക്കേടുകളെ പറ്റിയൊക്കെ വിശദമായി തന്നെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മാധ്യമങ്ങളെ കാണുകയും ഈ വോട്ട് മോഷണം, വോട്ട് എന്ന് പലരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്തുവിട്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ വോട്ട് ചോരിയുടെ 2.0 എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നതും. അപ്പോൾ ഇപ്പോൾ പുറത്തുവിട്ട കാര്യങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ അന്നൊരു ഞായറാഴ്ച വന്നിട്ട് എന്തൊക്കെയോ ചെറിയ രീതിയിൽ സംസാരിച്ചെന്നല്ലാതെ ഞങ്ങൾ നികത്തിയ തെളിവുകൾക്ക് കൃത്യമായിട്ടൊരു മറുപടി നൽകിയിട്ടില്ല. അന്ന് അഡീഷൻ ഓഫ് വോട്ട് ആണെങ്കിൽ സെപ്റ്റംബർ 18 രാഹുൽജി വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അന്ന് ചെയ്തത് ഡിലീഷൻ ഓഫ് വോട്ട്സ് ആയിരുന്നു വിത്ത് പ്രൂഫ്. അത് പ്രൂഫ് മാത്രമല്ല, അവിടെ ഉള്ള ആളുകളെ കൂടെ കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായം കൂടെ കൃത്യമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് മഹാരാഷ്ട്രയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായിട്ട് അദ്ദേഹം അത് കൃത്യമായിട്ടൊരു ക്ലാസ്സിലൊരു ടീച്ചർ എങ്ങനെ ക്ലാസ് എടുക്കുന്നു കൃത്യമായിട്ടൊരു റിസർച്ച് നടത്തിയാണ് ആ പഠനം പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ തുടങ്ങിയ ഒരു അഡീഷൻ ഓഫ് വോട്ട്സ് വന്നെത്തിയിരിക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ വന്നെത്തി നിൽക്കുമ്പോഴത്തേക്കും ആദ്യമേ ഇവിടെ ഒരു കോയിൻസിഡൻസ് ഒന്നുമല്ല, ഒരു ബൂത്ത് ലെവൽ ഓഫീസറിന് അദ്ദേഹത്തിൻ്റെ അങ്കിളിൻ്റെ വോട്ട് ഡിലീഷൻ ഉണ്ടായപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നപ്പോൾ നെയ്ബർ തൊട്ടടുത്തുള്ള ഒരാൾ വഴിയാണ് ഇങ്ങനെ നടന്നെന്ന് അറിഞ്ഞപ്പോൾ ആ ആളിനെ പോയി സമീപിക്കുകയും ആ ആളിന് കൃത്യമായിട്ട് അറിവില്ല. അവിടെ നിന്ന് തുടങ്ങിയ ഒരു സംശയം. കർണാടക ഗവൺമെൻറ് കൃത്യമായിട്ട് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു 18 പ്രാവശ്യം ലെറ്റർ അയച്ചപ്പോൾ പോലും മറുപടി കൃത്യമായിട്ട് നൽകിയിട്ടില്ല. കർണാടക CID കൃത്യമായിട്ട് FIR ഇട്ട് അതിന് ഫെബ്രുവരി 2023 തുടങ്ങിയതാണ്. അതിന് കൃത്യമായിട്ടൊരു മറുപടി മാർച്ച് 2023 കിട്ടിയിട്ടില്ല. ഒരു പാർഷ്യൽ ഇൻഫോർമേഷൻ നൽകി. അത് വീണ്ടും വെയിറ്റ് ചെയ്തു. ഓഗസ്റ്റിൽ വീണ്ടും പറയുന്നു, വീണ്ടും ഫുൾ ഇൻഫോർമേഷൻ നൽകുന്നില്ല. ജാനുവരി 2024 വീണ്ടും അതിനെക്കുറിച്ചിട്ട് ഉള്ള ഇൻഫോർമേഷൻ വേണ്ടി വീണ്ടും സമീപിക്കാൻ 18 ലെറ്റേഴ്സാണ് മൊത്തത്തിൽ അയച്ചിരിക്കുന്നത്. അലന്ത കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയും കൃത്യമായിട്ടുള്ള കണക്കാണ് അദ്ദേഹം അത് പുറത്ത് വിട്ടേക്കുന്നത്. മറുപടി തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യം. ശ്രീ AS അഖിൽ, ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ താങ്കളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ തിരിച്ചു ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എനിക്ക് തോന്നുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ നിയമപരമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യമായിരിക്കും താങ്കളിൽ നിന്നുണ്ടാകുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞതിനും എനിക്ക് മറുപടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് രാജ്യത്തെ ജനങ്ങളോട് ഞാൻ പറയുകയാണ്, രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നുള്ളതാണ് തൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള കർത്തവ്യം. അത് നിർവഹിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനത്തോടാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിരവധിയുണ്ട്. ഭരണഘടന ആ സ്ഥാപനത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ഈ ജനാധിപത്യവും അതുപോലെ തന്നെ ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥാപനത്തോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു കൃത്യമായ ഉത്തരം നൽകുന്നതല്ലേ നല്ലത്? അല്ല, അങ്ങ് ചോദിച്ച ചോദ്യം ചോദിച്ചതിന് വലിയ അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അങ്ങ് ചോദിച്ചതിൽ തന്നെ അതിനുള്ള മറുപടിയുമുണ്ട്.
BJP അല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിൽ ഭരണത്തിലിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിലിരിക്കുന്നവർക്കും ഒരുപോലെ തന്നെ ജനാധിപത്യത്തിൽ അതിനുള്ള പ്രക്രിയയിൽ അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് എത്രമാത്രം വളരുന്നുണ്ട്, ഉയർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾക്ക് ആശങ്കയുള്ളത്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണല്ലോ, കോൺഗ്രസിൻ്റെ ലീഡറിനും അപ്പുറത്ത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണല്ലോ. ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങ് ചോദിച്ചതുപോലെ BJP എന്തിന് ഇതിൽ ഉത്തരം പറയണമെന്നതാണ് എൻ്റെയും ചോദ്യം. അങ്ങയോട് അങ്ങ് ചോദിച്ചതിൽ ഞാൻ ചോദിക്കുന്നത് BJP എന്തിനാണ്? അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്, ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് സൂചിപ്പിച്ചതിലുമുണ്ട്. ഇലക്ഷൻ കമ്മീഷനാണ് അതിൽ മറുപടി പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഏറ്റവും അവസാനം പറഞ്ഞു വച്ചിടത്തുള്ള ആ മറുപടി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ മറുപടി കൂടി ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ ഒരു സംശയം നിന്നത്. രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആരോപണങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിരുന്നു. അതിനു പിന്നാലെ ഏറ്റവും അവസാനം നടത്തിയ കർണാടകയിലെ സംഭവത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിരുന്നു. അതിൽ മറുപടി പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് വെക്കുന്നുണ്ടായിരുന്നു. എത്ര വോട്ടാണ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടത്? 6138 വോട്ടുകൾക്കാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിൽ 5999 വോട്ടുകൾക്കാണ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഹുൽ ഗാന്ധി പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തി, രാഹുൽ ഗാന്ധി വീഡിയോ സഹിതം കൊണ്ടുവന്നു, രാഹുൽ ഗാന്ധി ആളെ കൊണ്ടുവന്നു ഒക്കെയാണല്ലോ കോൺഗ്രസ്സുകാരൻ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർണാടകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന, പോലീസ് എല്ലാ ഭരണ സംവിധാനങ്ങളും കോൺഗ്രസിൻ്റെ കയ്യിലുള്ള കർണാടക സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇവർ പറയുന്നത് പോലെ സർക്കാരിന് കീഴിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിൽ കർണാടകയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് കീഴിലാണ് എന്നതാണ് ഞങ്ങളും വാദിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട് പറയുന്നത് എന്താണ്? ഒരു വോട്ട് ഓൺലൈൻ വഴി ഡിലീറ്റാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനൊരു അപേക്ഷ കൊടുത്ത് അപേക്ഷകൻ്റെ ആപ്ലിക്കേഷൻ പരിശോധിച്ച് അത് സ്ഥലത്ത് വന്ന് പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല, ഞാൻ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി ഉള്ളൂ. രണ്ടുപേർ ജീവനോടെ വന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതിന് ഒരു അർത്ഥവും ഇല്ലെന്നാണോ അവർ പറഞ്ഞത്? നമ്മൾ കേട്ടതല്ലേ. ഞാനും അവതാരകനായ ജോയി നായരും സംസാരിക്കുന്ന കേരളത്തിലാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ മരിച്ചുപോയവർ വന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു പോയ ചരിത്രമുള്ള നാടാണ്. കണ്ണൂരടക്കമുള്ള സ്ഥലങ്ങളിൽ മരിച്ചുപോയ ആൾക്കാർ വന്ന് വോട്ടെടുപ്പിൽ പങ്കെടുത്തു പോയ സംസ്ഥാനത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയും ജനാധിപത്യത്തെ പറ്റിയും സംസാരിക്കുന്നത്. നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മമെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അങ്ങനെ ഞാൻ സൂചിപ്പിച്ചതാണ്, 30 സെക്കൻഡ് വേണം ഓൺലൈൻ വഴി പോലും അത്തരത്തിലൊരു വോട്ടിനെ ഡിലീറ്റ് ആക്കണമെങ്കിൽ 30 സെക്കൻഡ് വേണം എന്നതാണ്, 30 മിനിറ്റ് വേണമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 5999 വോട്ട് ഡിലീറ്റ് ആക്കാൻ എത്ര സമയമെടുക്കും? അതാണ് ഞങ്ങളുടെയും ചോദ്യം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ കർണാടകയിലെ സർക്കാർ നിർമ്മിച്ചു കൊടുത്തോ? മറ്റേ DK ശിവകുമാറിന്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് തന്നെ പറയുന്നത്. ഞങ്ങളും പറയുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടണം. ഞാൻ ചോദിക്കുന്നത്, 18 അപേക്ഷ കൊടുത്തു. ആർക്കാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രേഖകൾ വേണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവുമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ PROയുമല്ല. എന്നാലും എൻ്റെ മിതമായ അറിവിൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ അവർ അതിൻ്റെ ഡീറ്റെയിൽസാണ് ചോദിച്ചത്. ആദ്യഘട്ടത്തിൽ എൻ്റെ അറിവിൽ അങ്ങനെയാണ്, ഡീറ്റെയിൽസാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ആ ഡീറ്റെയിൽസ് കൊടുക്കാൻ എന്തുകൊണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല? ശ്രീ റജി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, കാരണം ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് മറ്റൊക്കെ വിവിധമായ ചർച്ചകളിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ആദ്യത്തെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മളിത് ഈ ഒരു വേദിയിൽ തന്നെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ അഖിൽ പറഞ്ഞ ചില ചോദ്യങ്ങളാണ്. അതിൽ BJPക്ക് എന്ത് കാര്യം? അത് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ എന്നുള്ളൊരു കാര്യം. മറ്റൊന്ന്, തെളിവുകളൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള മറ്റൊരു ചോദ്യം. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രണ്ടാമത്തെ പത്രസമ്മേളനമാണ് ഇന്നലെ നടത്തിയത്. ആ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ആദ്യം അദ്ദേഹം ഓഗസ്റ്റ് 7-ന് പത്രസമ്മേളനം നടത്തി. അതിനുശേഷം ഇന്നലെ പത്രസമ്മേളനം നടത്തി. അദ്ദേഹം പറയുന്നത്, ഇവിടെ
ഇലക്ഷൻ ബോധപൂർവം ചില ശക്തികൾ അതിൽ കൃത്രിമം കാട്ടിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ ഉള്ള അട്ടിമറി ശ്രമത്തിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ജ്ഞാനേഷ് കുമാർ അവരെ സംരക്ഷിക്കുന്നു എന്ന് നേർക്കുനേർ ഉള്ള ഒരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് നിങ്ങൾ ഈ ഇലക്ഷൻ കൃത്രിമം കാട്ടുന്നവരെ സംരക്ഷിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് 24 മണിക്കൂറായിട്ടും ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൽ നിന്ന് ഒരു മറുപടി ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇവിടെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹമാണ് ഉന്നയിക്കുന്നത്. കാരണം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു, ജനാധിപത്യത്തിൻ്റെ സുതാര്യതയും വിശ്വാസ്യതയും നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ട്രാൻസ്പെറൻസി ഇല്ലാതായിരിക്കുന്നു. ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നലത്തെ നടത്തിയ പത്രസമ്മേളനത്തിൽ 2 കാര്യങ്ങളാണ് അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഒന്ന്, കർണാടകത്തിലെ അലന്ത് മണ്ഡലത്തിലെ ഡിലീഷൻ നടത്തിയിരിക്കുന്നു. ഏതാണ്ട് 6118 വോട്ടുകൾ അവിടെ ബോധപൂർവം ചില ശക്തികൾ ചില സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ കർണാടകത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ടെലഫോൺ ഉപയോഗിച്ച് വോട്ട് ഡിലീഷൻ നടത്തിയിരിക്കുന്നു. അതുപോലെ മഹാരാഷ്ട്രയിലെ രജൗറിയിൽ ഇതേ രീതിയിൽ തന്നെ വോട്ട് അഡീഷൻ നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 2 സ്ഥലത്തും ഇത്തരത്തിൽ ഉള്ള ഒരു സ്പെസിമിനാക്കിയിട്ടാണ് അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിത്ത് പ്രൂഫാണ് അദ്ദേഹം ഈ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നു 3 ചോദ്യങ്ങളാണ്. ഈ നമ്പറുകൾ ആരുടേതാണ്? ഇങ്ങനെ 6018 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ ടെലഫോൺ നമ്പറിൻ്റെ ഉറവിടം എവിടെയാണ്? എവിടെ നിന്നാണ് ആ ടെലഫോൺ പ്രവർത്തിപ്പിച്ചിട്ടുള്ളത്? അതിൻ്റെ IP അഡ്രസ്സ് എവിടെയാണ്? ഈ OTP ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണ്? അപ്പോൾ ഇതിൻ്റെ ഈ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇത് സംബന്ധിച്ച് കർണാടക സർക്കാർ, കർണാടക CID 2023 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ പിറ്റേ മാസം, അതിൻ്റെ 5-ാം മാസം മെയിലാണ് അവിടെ സർക്കാർ മാറി വരുന്നത്. 18 തവണ CID ഇലക്ഷൻ കമ്മീഷണർക്ക് കത്ത് കൊടുത്തു. ഇത് സംബന്ധിച്ച് ഈ ഉന്നയിച്ച ചോദ്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്ന് CID ആവശ്യപ്പെട്ടു. പക്ഷേ നാളിതുവരെ അത് സംബന്ധിച്ച് ഉള്ള വിശദാംശം ഇലക്ഷൻ കമ്മീഷൻ ഈ കർണാടക സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഇലക്ഷൻ കൃത്രിമം കാട്ടുന്നവരെ സംരക്ഷിക്കുകയാണോ? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സുതാര്യത നിലനിർത്തുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങൾ മറുപടി പറയുക. ഇതേ രീതിയിലാണ് ഓഗസ്റ്റ് 7-ാം തീയതി അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചത്. നിങ്ങൾ എന്താണ് ഈ മെഷീൻ റീഡബിൾ വീഡിയോ തെളിവുകൾ നമുക്ക് ലഭ്യമാക്കുക, വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് നടത്തുന്നത് അത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടിക ലഭ്യമാക്കുക. അതുപോലെ അത്തരത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് 7-ാം തീയതി അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അതിന് നാളിതുവരെയായിട്ട് ഒരു റിപ്ലൈ കൊടുത്തിട്ടില്ല. അത് സംബന്ധിച്ചൊരു അന്വേഷണവും നടത്താൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഓഗസ്റ്റ് 7-ൻ്റെ പത്രസമ്മേളനം സംബന്ധിച്ച് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അത് സംബന്ധിച്ച് ഇന്ത്യയുടെ 2 ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരും, അതായത് ഒന്ന് OY ഖുറേഷി, അതുപോലെ BS റാവത്ത്, അതുപോലെ അശോക് ലവാസ, അവർ 3 പേരും അതിനിശിതമായി ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ വിമർശിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങളായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സുതാര്യതയും അതിൻ്റെ ഇൻഡിപെൻഡൻസിയും അത് സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് സംബന്ധിച്ച് വിശദമായി ഒരു അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ശ്രീ അഖിൽ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് സ്ഥിരമായി ഉയർന്നു വന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ കാര്യത്തിലുള്ള ഒരു മറുപടി തരത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധി, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. കൃത്യമായിട്ട് ഷാർപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എങ്ങനെ വോട്ട് അഡീഷൻ ഉണ്ടായി, ഡ്യൂപ്ലിക്കേഷൻ വോട്ട്സ് എങ്ങനെ ഉണ്ടായി, ഇൻവാലിഡ് ഫോട്ടോസും ഉണ്ട്, എങ്ങനെയാണ് ഈ ഒരു വോട്ട് ജനറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് വോട്ട് ജനറേറ്റ് ചെയ്തത്. ഇന്നലെ ഡിലീഷൻ ഓഫ് വോട്ട് ചോദിച്ചു. എങ്ങനെയാണ് കൃത്യമായിട്ട് ഇങ്ങനെ വോട്ട് ഡിലീഷൻ ഉണ്ടായി. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസറാണ് ഞങ്ങൾക്ക് വേണ്ടത്.
അത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നിട്ടില്ല. ഇദ്ദേഹം പറയുകയുണ്ടായി അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധമില്ല, നമ്മൾ തന്നെ പറയുന്നുണ്ട്. ശരിയാണ്, ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, ഗവൺമെൻറ്റായിട്ട് ബന്ധമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫീസർ BJP ഗവൺമെൻറ് ചംച്ച എന്ന് വേണമെങ്കിൽ പറയാം. BJP ഗവൺമെൻറ് ചംച്ചയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അദ്ദേഹം മറുപടി പറയുന്നതിന് മുന്നോടിയായിട്ട് കൃത്യമായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആക്കി BJP തന്നെ അമിത്ഷാജി അത് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഗവൺമെൻറ്റിന് ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല എങ്കിൽ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ എന്തിനാണ് അമിത്ഷാജീനെ പോലൊരാൾ എന്തിനിതൊരു പ്രതികരിക്കുന്നു? അതിൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെന്ന് പറയുന്നത് ഇദ്ദേഹം പറയുകയുണ്ടായി 30 മിനിറ്റ് കൊണ്ട് ഒരു വോട്ട് ഡിലീഷൻ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അത് മൊത്തത്തിലൊരു ടോട്ടൽ കൗണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂര്യകാന്ത് എന്ന് പറഞ്ഞ ഒരാളുടെ കേസ് ഇപ്പോൾ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. സൂര്യകാന്തിൻ്റെ കേസ് എടുത്തപ്പോഴത്തേക്കും 12 വോട്ടാണ് ഡിലീറ്റ് ചെയ്തത്. 14 മിനിറ്റ് ഉണ്ട് 12 വോട്ട്. അപ്പോൾ ഒരു വോട്ട് 30 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 12 വോട്ട് എങ്ങനെ 14 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കാൽക്കുലേഷനും മാത്തമാറ്റിക്സും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ഒരു ആൻസറും കൂടി എനിക്ക് ഒരു ആൻസർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഇന്നലെ പോയിൻ്റ് ഔട്ട് ചെയ്ത ഒരു ഓരോ ബൂത്തുകൾ എടുത്തപ്പോഴും ആദ്യത്തെ സീരിയൽ നമ്പറാണ് അതെല്ലാം ടാഗായി വന്നേക്കുക. ആദ്യത്തെ സീരിയൽ നമ്പർ റിലേറ്റഡ് ആയിട്ടാണ് ബാക്കിയുള്ള ഡിലീഷൻസ് വന്നേക്കുന്നത്. അപ്പം മാനുവലി ചെയ്യുവാണെങ്കിലായാലും ഇനി ആദ്യത്തെ സീരിയൽ നമ്പർ കൊണ്ട് എങ്ങനെയാണ് ഡിലീഷൻസ് വരുന്നത്? ഇപ്പോൾ വോട്ടർ പട്ടികയിൽ അഡീഷനും നടക്കും, ഡിലീഷനും നടക്കും. വേണ്ടാത്ത വോട്ടുകൾ മരിച്ചുപോയ ആളുകൾ അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയ ആളുകളെ വോട്ടുകൾ മാറ്റും. അതനുസരിച്ച് സ്ഥലം മാറിപ്പോയ ആളുകൾ വേറെ സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഈ അഡ്രസ് പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷൻ നടത്താം. പക്ഷേ ഇവിടുത്തെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ ബൂത്തിൽ നിന്നും നമ്മൾ കണ്ടുപിടിച്ച ബൂത്തുകൾ എല്ലാത്തിലും സീരിയൽ നമ്പർ 1, ആ സീരിയൽ നമ്പർ 1-ൽ നിന്നുമാണ് കൃത്യമായിട്ടൊരു ഡിലീഷൻ വന്നേക്കുന്നത്. അങ്ങനെ ഒരു ഡിലീഷൻ വരണമെങ്കിൽ ടെക്നിക്കൽ നോളജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ അറിയായിരിക്കും. അങ്ങനെ ഒരു സീരിയൽ നമ്പറിന് കണ്ടിന്യൂസ്ലി വോട്ട് ഡിലീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം എന്തോ ഒരു പ്രോഗ്രാമിംഗ് ആണ് നടക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അഖിൽ, ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായി ബീഹാറിൽ ആ ഒരു യാത്രയിൽ പങ്കെടുക്കുകയും കൃത്യമായി പറഞ്ഞിരുന്നു, ഹൈഡ്രജൻ ബോംബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇന്നലെ പറയുമ്പോൾ തന്നെ പറഞ്ഞു അതല്ല, വരാനിരിക്കുന്നേ ഉള്ളൂ, അതിനി കാത്തിരുന്ന് കണ്ടോളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള രണ്ടാമത്തെ ഒരു വാർത്താ സമ്മേളനം ഇനി 3ഉം 4ഉം ഒക്കെ വരാൻ കിടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. താങ്കൾ പറഞ്ഞു BJPക്ക് ഇതിലെന്ത് കാര്യമെന്നുള്ളത്. ഇപ്പോൾ നീതു ചൂണ്ടിക്കാട്ടിയതും നമ്മുടെ ശ്രീ ബി റജി ചൂണ്ടിക്കാട്ടിയതും പോലെ ഇക്കാര്യങ്ങളിലുള്ളൊരു കൃത്യമായി മറുപടി ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് തരേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ ആ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ചും ശ്രീ അമിത്ഷാ എന്നെ ഇക്കാര്യത്തിൽ വളരെ വേഗത്തിൽ പ്രതികരിക്കുന്നത് കണ്ടു. അത് പ്രതികരണം തന്നെ മറ്റൊരു തരത്തിലാണ്. അതായത് ഇവിടെ നുഴഞ്ഞുകയറ്റക്കാരുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തിനാണ് BJP ഇക്കാര്യത്തിൽ ഇത്രയധികം വേവലാതി പൂളുന്നത്? അല്ല, നീതു ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ട്രൈറ്റ് ഫോർവേഡായി ഉത്തരം പറയണം എന്നതാണ് നീതു ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവല്ല എന്ന് ഞാൻ ആദ്യം. പക്ഷേ ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് നീതു 1 മാർക്ക് ചോദ്യമാണ് ചോദിക്കുന്നത്, ഞാൻ 1 വേയുടെ ക്വസ്റ്റ്യന് ഞാൻ ഉത്തരം നൽകാനും അത് ഞാൻ അങ്ങറ്റത്ത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നിരീക്ഷകനോട് ഈ ഇന്ത്യൻ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും ഈ BJPക്ക് പങ്കില്ല. BJP രൂപം കൊള്ളുന്നത് 1980-ലാണ്. സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് ശേഷമാണ് ആ പാർട്ടി രൂപം കൊള്ളുന്നത്. അതിൻ്റെ പൂർണ്ണരൂപമായ ജനസംഘവും അതിനു മുമ്പുള്ള ജനതാ പാർട്ടിയുമൊക്കെ ഏത് തരത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എന്ന് അദ്ദേഹം കോൺഗ്രസ് നിരീക്ഷകനായി എനിക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കും. രാഷ്ട്രീയ നിരീക്ഷകനാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം എടുത്തു പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം രാജ്യത്തെ എല്ലാവരും വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന, ഇതിൽ സംശയം ഉന്നയിക്കുന്ന ഒരു വിഷയമാവുമ്പോൾ നിരീക്ഷകർ ഇത്തരത്തിൽ തന്നെ പ്രതികരിക്കും. ഞങ്ങൾക്ക് അതിന് മറ്റൊരു തലത്തിൽ അദ്ദേഹത്തിന്റെ വേർഷൻ അത് മറ്റൊരു തരത്തിൽ കാണേണ്ട കാര്യമില്ല.
ഇതുപോലത്തെ നിരീക്ഷകർ ഇങ്ങനെ പറയണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പക്കാർ പുതിയ രാഷ്ട്രീയത്തെ രൂപം കൊള്ളണമെന്ന് പോസിറ്റീവ് പൊളിറ്റിക്സ് ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഇങ്ങനത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അതുകൊണ്ട് അതിന് ഉത്തരമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ നാൾ വഴികൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നും അതിൽ പോരാടിയ ആൾക്കാർ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി പ്രയത്നിച്ച ആൾക്കാർ ആരൊക്കെയാണെന്നും അതിന് ജീവനാഹുതി ചെയ്ത ആരൊക്കെയാണെന്നും ജീവിതം ഒഴിഞ്ഞു വെച്ചത് ആരൊക്കെയാണെന്നും ആ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ എടുത്തു പരിശോധിച്ച് ഓരോ പേജുകൾ മറിച്ചു നോക്കിയാലും അങ്ങയ്ക്കും മനസ്സിലാവും, എനിക്കും മനസ്സിലാവും, നിരീക്ഷകനും മനസ്സിലാവും. പാനലിസ്റ്റുകളോടൊന്നും ഇങ്ങനെ മറ്റു പാനലിസ്റ്റുകളോടൊന്നും ഉപചോദ്യമില്ല, എന്നോട് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവായിട്ടാണല്ലോ വന്നത്. അങ്ങക്ക് എന്നോട് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഇനി നീതു പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഉത്തരം പറയുന്നില്ല. ഞങ്ങൾ ഏത് കാര്യത്തിലാണ് ഉത്തരം പറയുന്നത്? അമിത്ഷാ മറുപടി പറഞ്ഞതിന് ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. പാർട്ടിയുടെ സമാരാധന ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അമിത്ഷാ. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ സന്യാസി കുടുംബത്തിലുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ആൾക്കാരല്ല. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ ഓർഗനൈസേഷൻ പാർട്ടിയുടെ വക്താണ്. ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മഹാരാജ്യത്തിൽ പിന്നെ ഏതെങ്കിലും ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ മതിയോ മറുപടി? രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യത്തിന് പൊളിറ്റിക്കലായിട്ടുള്ളൊരു മറുപടി പറഞ്ഞത് അമിത്ഷാജി എന്നേ. അപ്പം രാഹുൽ ഗാന്ധിക്ക് മറുപടി പറഞ്ഞത് അമിത്ഷാജിയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റിനോട് പറയാം. അല്ല, അങ്ങനെ പോരെങ്കിൽ ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റിനോട് പറയാം. അമിത്ഷാ മറുപടി പറഞ്ഞത് പൊളിറ്റിക്കലാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓർഗനൈസേഷൻ്റെ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞു. അത് ആ പൊളിറ്റിക്കൽ കാര്യം. ഇനി ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എന്തുകൊണ്ടാണ് കർണാടകയിലെ ഈ വോട്ട് ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആകുലപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം അവിടെ ഭരണമിരിക്കുന്ന ആഭ്യന്തരമന്ത്രി എന്ന് ഇവർ തന്നെ പറയുന്ന സിംഹമായ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്? അതിൻ്റെ ലോഗിൻ ഐ ഡി, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ലോഗിൻ ഐ ഡി അടക്കം അവിടുത്തെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് കൊടുത്തിട്ടുണ്ടെന്നേ. അവർക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പോരെ ഇത് ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നടക്കുന്നത്? പിന്നെ പോലീസിന് എന്താണ് പണിയുന്നത്? അവർ പരിശോധിച്ചോട്ടെ, ഞങ്ങൾക്ക് എന്തിനാ അതിൽ ഭയം? രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വന്നൊരു കാര്യം പറയുന്നു. അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറയുമ്പോൾ, ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലാണ് ഒരുപാട് പ്രേക്ഷകരുള്ള ജയ്ഹിന്ദ് ചാനൽ ഈ വിഷയത്തിൽ പ്രതികരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. ഞാൻ പറയുന്ന കാര്യം, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതാണ്, ഞാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതാണ്. ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസി, അതിനുവേണ്ടി അവർ പറയുന്ന അന്വേഷണ ഏജൻസികൾ, അവരുടെ തന്നെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഏജൻസികൾ അടക്കം അതിന് പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയ്ക്ക് മുമ്പിൽ ആ തെളിവുകൾ സമർപ്പിച്ച് അതിനുമായി മുന്നോട്ട് പോകാതെ ചുമ്മാ ഞാൻ പവർ പോയിന്റ് കൊണ്ടുവന്നു, ഞാൻ ആ ആരോപണം നടത്തി, ഇനി എന്ത് മറുപടി പറയണം, അങ്ങനെയൊന്നും പറയുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ആ ജനാധിപത്യത്തെ കൂടി ഇങ്ങനെ വെല്ലുവിളിക്കരുത്, ജനാധിപത്യ പ്രക്രിയ ഇങ്ങനെ മലീനസമാക്കരുത് കോൺഗ്രസ്. ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം തെളിവുകളോടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പുതുതലമുറയുടെ അവരുടെ ചില കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനും അതിൽ പുതുതലമുറയ്ക്ക് ഈ കാര്യങ്ങളിൽ ഒരു വിശ്വാസം, അവരിൽ ഒരു വിശ്വാസം നേടിയെടുക്കാനും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെ കാണും? ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് വോട്ടവകാശം. 1949 ജൂൺ 15 നിയമനിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ബഹുമാനനായ നമ്മുടെ ഭരണഘടനാ ശില്പി BR അംബേദ്കർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൗരൻ്റെ ഏറ്റവും മൗലികമായ അവകാശമാണ് വോട്ടവകാശം. അത് എടുക്കാനുള്ള ഭരണകർത്താക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം അത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ അടിവേര് അറക്കുന്നതായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിൽ സംഘടിതമായി ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഈ സംഘപരിവാർ ശക്തികൾക്ക് എതിരെ വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളുടെ വോട്ട് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ദളിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, OBC വിഭാഗത്തിൽപ്പെടുന്നവർ, ഇത്തരത്തിൽപ്പെടുന്നവരുടെ വോട്ടുകൾ, അതായത് കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികൾക്കോ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ വോട്ടുകൾ അപഹരിക്കുവാനാണ് ഇത്തരത്തിൽ സംഘടിതമായ ശ്രമങ്ങൾ നടത്തുന്നത് എന്നാരോപിക്കപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ നൽകുവാൻ തയ്യാറായിട്ടില്ല.
ഇവിടെ നോക്കൂ, ഇത് സംഘടിതമായ ഒരു ശ്രമമാണ്. ഇത് സംബന്ധിച്ച് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടം മുതലാണ് ഇതിൽ ഏറ്റവും ശക്തമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അതായത് വൈകിട്ട് 5 മണിക്ക് ശേഷം എത്ര പേർ വോട്ട് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും കണക്ക് പറയുന്നില്ല. പിറ്റേ ദിവസം കണക്ക് വന്നപ്പോൾ 71 ലക്ഷം പേരാണ് മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തത്. അവിടെ അസംബ്ലി ഇലക്ഷനും ആദ്യത്തെ ലോക്സഭാ ഇലക്ഷനും തമ്മിലുള്ള ആ ഒരു ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനേക്കാൾ അന്ന് ഏതാണ്ട് 71 ലക്ഷം ആളുകളുടെ വോട്ടാണ് ലോക്സഭാ ഇലക്ഷന് ശേഷം അസംബ്ലി ഇലക്ഷൻ്റെ ഇടയ്ക്ക് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ പ്രായപൂർത്തിയായവരെക്കാൾ കൂടുതൽ പേർ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടി എന്നാണ് പറയുന്നത്. ഇത് ഈ BJP ചെയ്യുന്നത് വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു തന്ത്രമാണ്. അതായത് മഹാരാഷ്ട്രയിൽ അവർ 85 കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഏതാണ്ട് 12,000-ഓളം വോട്ടുകളാണ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അഡീഷണലായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ള ആരോപണമാണ് സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അതിന് ശക്തമായിട്ട് ഒരു അന്വേഷണം നടത്തി അതിൻ്റെ തെളിവ്, അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുവാനുള്ള ശ്രമം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇവിടെ ഫ്രീ, ഫെയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തണം എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമുക്കൊരു ഇലക്ഷൻ കമ്മീഷനുള്ളത്. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ സത്യസന്ധതയെ അല്ലെങ്കിൽ സുതാര്യതയ്ക്കെതിരെ ചോദ്യം ഉയരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വം അവർക്കില്ലേ? അത് നിഷ്പക്ഷമാണെന്നും നീതിപൂർവമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങളെ അറിയിക്കുവാനുള്ള ബാധ്യത അവർക്കില്ലേ? പക്ഷേ ഇവിടെ BJP ബോധപൂർവം നിയമനിർമ്മാണങ്ങളിലൂടെ അതിൻ്റെ നിഷ്പക്ഷതയെ അപഹരിച്ചിരിക്കുന്നു. BJPയുടെ ഒരു വിങ്ങായി അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത്. പ്രൊഫസർ നീതു, ഇവിടെ ഇപ്പോൾ ഈ ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ളൊരു സംശയമല്ല, അത് ആരോപണങ്ങളെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് വസ്തുതയാണെന്ന് ഇവിടെ നല്ലൊരു ശതമാനം ജനത്തിനും ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൽ പരിഹാരമുണ്ടാക്കേണ്ടവർ തന്നെ പരിഹാരമുണ്ടാകാതെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ജനകീയ ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ താൻ ശ്രമിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് എത്രത്തോളം ഇനി വിജയിക്കുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? പ്രതിപക്ഷം ഭരണത്തിൽ വന്ന ബീഹാറിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകും, അത് ശ്രദ്ധിക്കുമെന്ന് BJP പ്രവർത്തകരോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ചോദിക്കുകയുണ്ടായി, കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്, അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ ആക്ട് ചെയ്യുന്നില്ല എന്ന്. എനിക്ക് തിരിച്ചു ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഈ കേന്ദ്രം ഭരിക്കുന്ന അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ, അദ്ദേഹം BJP ആളുകളോട് അദ്ദേഹം പറഞ്ഞത് നുഴഞ്ഞുകയറ്റത്തിൽ ശ്രമിക്കുന്നുവെന്നാണ്. അദ്ദേഹം ചെയ്യേണ്ട അതല്ലായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കൃത്യമായി അത് റിലേറ്റഡ് പ്രസ്താവന നടത്താമായിരുന്നു. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഡെമോക്രസി സേവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിജി അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഡെമോക്രസി വിൽ നോട്ട് ബി ഡിഫീറ്റഡ് അല്ലെ ഡിലീറ്റഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡെമോക്രസിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു, യുവാക്കൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു. അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നെയാണ് ഈ PowerPoint പ്രസൻറ്റേഷൻ. ശരി, എന്തായാലും കാര്യങ്ങൾ സുതാര്യമല്ല എന്നുള്ള ഒരു പ്രതീതി മാനംമുട്ട ഉയർന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃത്യമായി മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ആ മറുപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ആ മറുപടി പറയാൻ സർക്കാരെങ്കിലും തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടി വരുന്നൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നന്ദി പ്രൊഫസർ നീതു രഘുവരൻ, ഒപ്പം തന്നെ ശ്രീ AS അഖിൽ, ശ്രീ B റജി PowerPointൽ പങ്കെടുത്തതിന്. മറ്റൊരു വിഷയമായി വീണ്ടും അടുത്തയാഴ്ച കാണാം. നമസ്കാരം, ജയ് ഹിന്ദ്.